സകല മനുഷ്യരും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് വന്നിരിക്കുന്നത് കള്ളനായ ഒരു യൂട്യൂബറെ പറ്റി പറയാനാണ്. കള്ളൻ എന്ന് വെച്ചാൽ വെറും കള്ളനല്ല, വെറും വൃത്തികെട്ട കള്ളൻ തന്നെ പറയണം. വെറും വൃത്തികെട്ട കള്ളൻ. ആ അരിയാഹാരം കഴിച്ച് ജീവിക്കണം, നീ വേറെ എന്തെങ്കിലും കഴിച്ച് ജീവിക്കാതെ. മനസ്സിലായോ? അരിയാഹാരം കഴിച്ച് ജീവിക്കണം, അല്ലാതെ വേറെ എന്തെങ്കിലും കഴിച്ച് ജീവിക്കരുത്. അങ്ങനെ ജീവിക്കുന്ന ഒരു യൂട്യൂബറെ പറ്റി അരിയാഹാരമല്ലാതെ കഴിഞ്ഞാൽ ഭക്ഷണമല്ലാതെ കാഷ്ടം തിന്ന് ജീവിക്കുന്ന ഒരുത്തനെ പറ്റി പറയാൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ആരെ പറ്റിയാണ് പറയുന്നത്, ഏത് യൂട്യൂബറാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം. മെയ് മാസം 10, 2020 തുടങ്ങിയ ഒരു ചാനലാണ് ക്രിസ്ത്യൻ ക്ലബ് ഹൗസ് ഡിബേറ്റ്സ് എന്നും പറഞ്ഞൊരു ചാനൽ. ഈ ചാനല് ആദ്യകാലങ്ങളിലൊക്കെ തുടങ്ങി, കുഴപ്പമില്ല, ഞങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അന്ന് ക്ലബ് ഹൗസിന്റെ ചാറ്റ് ബോക്സ് ഉള്ള സമയമാണ്. ഇപ്പോഴും എനിക്കോ അച്ചുമിച്ചാന്റെ റൂമിലുള്ളവർക്കോ അല്ലെങ്കിൽ വാര്യർക്കോ നസ്രേനോ ഞങ്ങളെപ്പോലുള്ളവർക്ക് ആർക്കും ഈ ക്രിസ്ത്യൻ ക്ലബ് ഹൗസ് ഡിബേറ്റിന്റെ ഉടമസ്ഥൻ ആരാന്ന് ഞങ്ങൾക്കറിയില്ല. പറഞ്ഞു വന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യകാലങ്ങളിൽ ഞങ്ങളുടെ വോയിസ് ഒക്കെ ക്ലബ് ഹൗസ് ചർച്ചകളിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഞങ്ങൾക്കതിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ പിന്നീട് പല സഹോദരന്മാരും ക്ലബ് ഹൗസിൽ കേൾക്കുന്നവർ തന്നെ യൂട്യൂബിൽ പോയി കാണുമല്ലോ. കാണുമ്പോഴത്തേനും പല സഹോദരന്മാർ എന്നെ അറിയാവുന്നതും അല്ലെങ്കിൽ മറ്റുള്ള സഹോദരന്മാർ അറിയാവുന്നവർ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ നിങ്ങൾ സുവിശേഷം പറയുന്ന ഭാഗങ്ങളൊന്നും ഈ ആള് കേൾപ്പിക്കുന്നില്ല, അത്ര ആ ഭാഗം എത്തുമ്പോൾ കട്ട് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഒരാളുമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാലും ആ ചർച്ചയ്ക്ക് ശേഷം ഇപ്പൊ പൗലോസിനെ പറ്റി മോശം പറഞ്ഞു വരികയാണെങ്കിൽ, യേശുക്രിസ്തുവിനെ പറ്റി മോശം പറഞ്ഞു വരികയാണെങ്കിൽ, ആ വരുന്ന ആളുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷം അദ്ദേഹം ഒന്നെങ്കിൽ ക്ലബ് ഹൗസിൽ നിന്ന് പോവുകയോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ ആ ചർച്ചയുടെ അവസാനം ഞങ്ങൾ ബൈബിളിനെ പറ്റിയും യേശുക്രിസ്തുവിനെ പറ്റിയും യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പറ്റിയും ശിഷ്യന്മാരെ പറ്റി എല്ലാം പറഞ്ഞിട്ടേ ഞങ്ങൾ നിർത്താറുള്ളൂ. പക്ഷേ ഈ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്താണ് ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് അറിവ് കിട്ടിയപ്പോൾ ഞങ്ങൾ പരിശോധിക്കാൻ നോക്കി. അങ്ങനെ ഞങ്ങൾ പരിശോധിച്ചു വന്നപ്പോൾ ഞങ്ങൾ കണ്ടത് ഒരു 1.5-2 വർഷത്തിന് മുമ്പേ ഞങ്ങൾ ഇദ്ദേഹത്തിന് വാൺ ചെയ്തതാണ് ഞങ്ങളുടെ വോയിസുകളൊന്നും ഇനി എടുക്കരുതെന്ന് പറഞ്ഞു. അതിപ്പോൾ ഞങ്ങൾ പരിശോധിച്ച് വന്നപ്പോൾ എന്റെ വോയിസും അനിൽ കോടത്തോട്ടം പാസ്റ്ററിന്റെ ഫോട്ടോയും തംബ്നെയിലാക്കി വെച്ചിരിക്കുകയാണ്. എന്റെ വോയിസും അനിൽ കോടത്തോട്ടം പാസ്റ്ററിന്റെ ഫോട്ടോയും തംബ്നെയിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോഴേ ഞാൻ ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിന്റെ താഴെ ചെന്ന് കമന്റ് എഴുതിയിട്ടു, സഹോദര താങ്കൾ ഇങ്ങനെ ചെയ്യരുത്, ചെയ്യുന്നത് മോശമാണ്, താങ്കളായിട്ടൊരു വ്യക്തിത്വം ഇല്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ എഴുതിയിട്ടായിരുന്നു. അതൊന്നും ഇദ്ദേഹം മൈൻഡ് ചെയ്തില്ല. ഇതാണ് ആ യൂട്യൂബ് ചാനൽ. ഈ യൂട്യൂബ് ചാനലില് ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, ശരിയാണ്. വീഡിയോസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. പക്ഷെ ഈ കള്ളനെ നിങ്ങൾ തിരിച്ചറിയണം. ഈ കള്ളനെ നിങ്ങൾ തിരിച്ചറിയണം. ഇതില് 23 മണിക്കൂറിന് മുമ്പ് ഒരു വീഡിയോ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൃഷിഭൂമിയാണ്, ഞങ്ങൾ പാട്ടത്തിന് കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. സെബാസ്റ്റ്യൻ മുന്നക്കന്റെ ഫോട്ടോ ഉണ്ട്, മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഒക്കെ ഫോട്ടോയ്ക്കകത്ത് ഓരോന്നൊക്കെ വെച്ച് കെട്ടി ഇദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട്. സെബാസ്റ്റ്യൻ മുന്നക്കന്റെ ഫോട്ടോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ. അതിൻ്റെ അകത്ത് ഞങ്ങളുടെ കൃഷിഭൂമിയാണ്, ഞങ്ങൾ പാട്ടത്തിന് കൊടുക്കും, ഇതിൽ 3 പേരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. ആ ഫോട്ടോ വെച്ച് തംബ്നെയിലാക്കി ഇറക്കിയിരിക്കുന്ന ആ വീഡിയോയിൽ സെബാസ്റ്റ്യൻ പുന്നക്കൻ എന്ന് പറയുന്ന വ്യക്തി ഇല്ല. അതിന് തെളിവായിട്ട് നിങ്ങൾ ഇത് കാണുക. കണ്ടോ, ഞങ്ങളെ കൃഷിഭൂമിയിൽ ആളെ നിർത്തി പണിയിപ്പിക്കും, ഞങ്ങളുടെ കൃഷിഭൂമിയിൽ ആളെ നിർത്തി പണിയിപ്പിക്കും എന്ന് പറയുന്നതിൽ അച്ചുമിച്ചാനുണ്ട്, രാജാബ്രദറുണ്ട്, ശൈഖുന എന്ന് പറയുന്ന ആളുണ്ട്, MR എന്ന് പറയുന്ന ഒരു മിസ്റ്റർ പെർഫെക്റ്റ് അങ്ങനെ കണ്ടു പറയുന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ ഇതുണ്ട്, CH ഉണ്ട്, ന്യൂക്ലിയർ ഉണ്ട്. ഇവരല്ലാതെ സെബാസ്റ്റ്യൻ പുന്നക്കൻ അതിൻ്റെ അകത്തില്ല. സെബാസ്റ്റ്യൻ പുന്നക്കൻ ഇല്ലാതെ സെബാസ്റ്റ്യൻ പുന്നക്കന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇത്തരം പരിപാടി ചെയ്ത് പുറത്തേക്ക് വിടുന്ന ആളിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം അദ്ദേഹത്തിനെതിരെ കാണിക്കുന്ന ഏറ്റവും വലിയ വൃത്തികെട്ട പരിപാടിയല്ലേ ഇയാൾ കാണിക്കുന്നത്. ഈ റൂമിൽ സെബാസ്റ്റ്യൻ പുന്നക്കൻ വന്നിട്ടില്ല, പക്ഷെ തംബ്നെയില് ഫോട്ടോയിൽ സെബാസ്റ്റ്യന്റെ ഒക്കെയാണ്. അപ്പൊ ഇവൻ കള്ളനാണോ അല്ലയോ? പല പ്രാവശ്യം 1.5 വർഷത്തിന് 2 വർഷത്തിന് മുമ്പ് ഞാനും നസ്രേനും അച്ചുമിച്ചാനും ഞങ്ങളെല്ലാവരും ഈ യൂട്യൂബറോട് പറഞ്ഞു, ഞങ്ങളുടെ വോയിസുകൾ ഇനി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകരുത്,
അല്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് വന്ന് ഞങ്ങളോട് പറയുക, ഞാൻ ഇന്നയാളാണ് സഹോദര, ഞാൻ ഇത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? എത്രയോ ആൾക്കാർ ഞങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ചോദിച്ചിട്ട്. ഞങ്ങളോട് ചോദിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. എത്രയോ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നു. പുതിയ പുതിയ ആൾക്കാർ വന്നിട്ട് യൂട്യൂബ് തുടങ്ങാൻ നേരം ഞങ്ങളെ വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ളതിലോ വിളിച്ചിട്ട് ചോദിക്കും, ബ്രദറെ ഞങ്ങൾ ആ ക്ലബ് ഹൗസിൽ നിന്നുള്ള ഒന്ന് ലൈവ് കിട്ടോട്ടെ. നമ്മളോട് ചോദിച്ചിട്ട് കൊണ്ടുപോകും. ഇവൻ ആരാണെന്ന് ഇത്രയോ നാളും ആരാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ സെബാസ്റ്റ്യൻ മുന്നക്കനെയും എന്നെയും അതേപോലെ തന്നെ അനിൽ കൊടുത്തോട്ടത്തിനെയും അനിൽകുമാർ അയ്യപ്പനെയൊക്കെ തംബ്നെയിൽ വെച്ച് ഇറക്കിയതിന് ശേഷം അവരാരും ഈ ചർച്ചകളിൽ വരാത്ത സ്ഥിതിയാണെങ്കിൽ ഇവൻ എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഇവൻ ആരാണ്? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങളൊക്കെ അതിന് താഴെ പോയി കമന്റ് ഇടുന്നവരും ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുക എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി അടുത്തത്, പട്ടിയും പന്നിയും മനുഷ്യനുമായി ബന്ധപ്പെട്ടാൽ മനുഷ്യപ്പട്ടി ഉണ്ടാകുമോ, പറഞ്ഞിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് ഒരു വീഡിയോ ഇദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ സെബാസ്റ്റ്യൻ മുന്നക്കന്റെ ഫോട്ടോയുണ്ട്, തിലകന്റെ 2 ഫോട്ടോയും വെച്ചിട്ട് അതും ഇതുമൊക്കെ താടിയും ഒക്കെ വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് ഇത് മാത്രം കിട്ടുന്നുള്ളെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് പട്ടിയും മനുഷ്യനുമായി ബന്ധപ്പെട്ടാൽ മനുഷ്യപ്പട്ടി ഉണ്ടാകുമോ എന്ന് പറയുന്ന ആ ക്ലബ് ഹൗസ് ഡിബേറ്റിൽ സെബാസ്റ്റ്യൻ പുന്നക്കൻ വന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ തിരക്കും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. ഒരു പ്രാവശ്യം ഞാൻ ഇദ്ദേഹം ഇപ്പൊ യൂട്യൂബ് ചെയ്യാത്ത കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. അതിന്റെ പേരിൽ അദ്ദേഹം വന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പ്രത്യേകിച്ച് അച്ചോമിച്ചാന്റെ റൂമിൽ അദ്ദേഹം ഞങ്ങൾ ക്ഷണിച്ചിട്ട് പോലും അദ്ദേഹത്തിന് തിരക്കുകൾ ഉള്ളതുകൊണ്ട് വരാത്തതാണ്. പക്ഷെ അന്നത്തെ ആ ക്ലബ് ഹൗസ് ചർച്ചയിൽ ആ ചർച്ച നടത്തിയ ആള് ഞാനാണ്. ആ ക്ലബ് ഹൗസ് പട്ടിയും മനുഷ്യനുമായി ബന്ധപ്പെട്ടാൽ മനുഷ്യപ്പട്ടി ഉണ്ടാവോ എന്ന് പറഞ്ഞ വിഷയത്തിൽ ചർച്ച ചെയ്ത ആള് ഞാനാണ്. അതിന്റെ തെളിവാണ് ഇത്. നിങ്ങൾ കണ്ടോളൂ. കണ്ടോ, ശാന്തം ബ്രദർ എന്ന് പറയുന്ന ആളുടെ അച്ചോമിച്ചാനുണ്ട്, സഫാനുണ്ട്, ബിജു പാസ്റ്ററുണ്ട്, അജീഷുണ്ട്, ബാറൂസ് ഉണ്ട്, പിന്നെ വേറൊരു മുസ്ലിമും ഇരിപ്പുണ്ട് അവിടെ. ഇതിനകത്ത് എവിടെയാണ് സെബാസ്റ്റ്യൻ മുന്നക്കൻ? എവിടെയാണ് സെബാസ്റ്റ്യൻ മുന്നക്കൻ? അമേദ്യം തിന്ന് ജീവിക്കുന്ന നിന്നോട് പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞല്ലേ ഈ പണി ചെയ്യരുതെന്ന്. നിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും എഴുതിയിട്ടല്ലേ ഈ പണി ചെയ്യരുതെന്ന്. നീ ഇപ്പൊ ഇത്തരത്തിലുള്ള വൃത്തികെട്ട പണി കാണിച്ചുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യേണ്ടി വന്നത്? നീ എന്തിനാ ഈ പരിപാടി ചെയ്യുന്നു? അടുത്ത ഒരെണ്ണം, കള്ളത്തരം കാണിച്ചവനെ കള്ളനെന്ന് വിളിക്കും. അതിനെന്തിനാ മോനെ ഇത്രയ്ക്ക് കുരുപൊട്ടുന്നത്? അതിൻ്റെ അകത്ത് സെബാസ്റ്റ്യൻ മുന്നക്കന്റെ ഒരു ഫോട്ടോ, പിന്നെ ഒരു സിനിമ, 2 സിനിമ, അതിൽ മറ്റേ പുള്ളി എനിക്കറിയാം, ശ്രീനിവാസൻ. ഈ താടി മുടി ഇത് തന്നെയാണ്. സെബാസ്റ്റ്യൻ മുന്നക്കന്റെ ഫോട്ടോ ഉണ്ട്, നിങ്ങൾ കണ്ടല്ലോ. അതിലും ചർച്ച ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, അജീഷാണ്. കള്ളത്തരം കാണിച്ചവരെ കള്ളനെന്ന് വിളിക്കുമ്പോൾ കുരുപൊട്ടണ്ടെന്ന് പറഞ്ഞ് ഞാനാണ് ചർച്ച ചെയ്തത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇപ്പൊ എന്റെ വോയിസ് എടുത്തുകൊണ്ട് പോയിട്ട് സെബാസ്റ്റ്യൻ മുന്നക്കന്റെ ഫോട്ടോ വെക്കേണ്ട കാര്യം എന്താണ് നിനക്ക്? അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്? നസ്രേന്റെ വോയിസ് എടുത്തുകൊണ്ട് പോകും, എന്നിട്ട് വേറൊരാളുടെ ഫോട്ടോ. ഇതിപ്പോ സ്ഥിരം സെബാസ്റ്റ്യൻ മുന്നക്കനെ അനിൽ കൊടുത്തോട്ടുന്നത് എന്നെയും കൂടി ഇങ്ങനെ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന കാര്യത്തിന് ഉത്തരവാദി ഞാനല്ലേ, അല്ലാതെ സെബാസ്റ്റ്യൻ മുന്നക്കനാണോ? ഞാൻ എൻ്റെ ഇരിക്കുന്ന പുസ്തകങ്ങൾ എടുത്ത് വായിച്ച് മനസ്സിലാക്കി ഞാൻ അതിൽ നിന്ന് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉത്തരവാദി ഞാനല്ലേ. സെബാസ്റ്റ്യൻ മുന്നക്കൻ എങ്ങനെയാകും? എന്നെ കേൾക്കുന്നവരൊന്ന് വിലയിരുത്ത്. ഈ കള്ളനെ എന്താ ചെയ്യേണ്ടത്? ഇവനോട് പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, നിനക്ക് ആ പണിയെടുത്ത് ജീവിക്കട മോനെ, നീ പണിയെടുത്ത് ജീവിക്ക്. മനസ്സിലായോ? നീ യൂട്യൂബ് ചെയ്ത് ഒരു കുഴപ്പമില്ല. പക്ഷെ നീ ആരാന്ന് ഞങ്ങളടുത്ത് വന്ന് പറ. നീ ഇത് ചെയ്യാതെ ഇങ്ങനെ സെബാസ്റ്റ്യൻ മുന്നക്കന്റെ ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഈ ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ കാണുന്ന നിങ്ങൾ ഇവൻ സത്യസന്ധനാണോ അതോ കള്ളനാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് അദ്ദേഹം വരാത്ത ഒരു ക്ലബ് ഹൗസ് റൂമിന്റെ കാര്യങ്ങൾ എടുത്ത് പുറത്തേക്ക് വോയിസ് ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ എന്താണ് അത് നിങ്ങൾ മനസ്സിലാക്കുന്നത്? നിങ്ങൾ അതിന് കൈയടിക്കുന്നവരാണെങ്കിൽ കൈയടിച്ചോളൂ. ഞാൻ അതിന് താഴെ വന്ന് കമന്റ് ഇട്ടപ്പോൾ എന്നെ കുറെ പേര് എതിർത്തുകൊണ്ട് വന്നു. അതിനിപ്പോ എന്താണ് അദ്ദേഹത്തിന്റെ നിങ്ങളുടെ വോയിസ് എടുത്തിടുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ പരസ്യമായിട്ട് വന്ന് സംസാരിക്കുന്നതല്ലേ? എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എൻ്റെ വോയിസ് എടുത്തുകൊണ്ട് പൊക്കോ. എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾ എൻ്റെ വോയിസ് എടുത്തുകൊണ്ട് പൊക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ സെബാസ്റ്റ്യൻ മുന്നക്കന്റെ ഫോട്ടോ എന്തിനു വെക്കുന്നു? എന്റെ വോയിസ് അനിൽ കൊടുത്തോട്ടത്തിന്റെ ഫോട്ടോ എന്തിനു വെക്കുന്നു? വാര്യറുടെ വോയിസും അനിൽ കൊടുത്തോട്ടത്തിന്റെയും സെബാസ്റ്റ്യന്റെ വോയിസ് എന്തിനു വെക്കുന്നു? അത് കാണിക്കുന്ന കള്ളത്തരമല്ലേ? അതിനെന്താണ് നിങ്ങളുടെ അഭിപ്രായം? അടുത്തത്, പാസ്റ്റർ എന്ത് തോന്നിയാസമാ പറയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല ഉസ്താദെ, ആയത്ത് വാദിച്ചതാണ്, 3 ദിവസത്തിന് മുമ്പ് ഇട്ടതാണ്. നിങ്ങൾ നോക്കിയേ,
ആരാണ് അവിടെ ചർച്ച ചെയ്യുന്നത്? നിങ്ങൾ നോക്കിക്കോളൂ, ആരാണ് അവിടെ ചർച്ച ചെയ്യുന്നത്? പഴയ ആൾക്കാർ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇനി അടുത്തത്, ഞാൻ ഉസ്താദ് കോയ, എന്നോട് മുട്ടാനുള്ള ചങ്കുറ്റം ഉണ്ടെങ്കിൽ വാ, രണ്ടും കൽപ്പിച്ചു വന്ന ഉസ്താദ്. ചങ്കുറ്റം ഉണ്ടെങ്കിൽ വാ, രണ്ടും കൽപ്പിച്ചു വന്ന ഉസ്താദ്. അവിടെയും ചർച്ച ചെയ്യുന്ന ആരാ? പഴയ ആൾക്കാർ തന്നെ. ഇനി നിന്റെ മുത്തു മഹാഭാവിയാണെന്ന് മര്യാദയ്ക്ക് സമ്മതിക്കുക. അവസാനം കോയ സമ്മതിച്ചു. 3 ആഴ്ചയ്ക്ക് മുമ്പ് ഇട്ടതാണ്. അവിടെ ചർച്ചയിൽ ആരൊക്കെയാ ഉള്ളത്? കൊടുത്തോട്ടം പാഷ്, അച്ചൻകുഞ്ഞ്, ചാക്കോ പാഷ്, ലീ സിസ്റ്റർ, ബിജു പാഷ്, റിയാസ് മുഹമ്മദ്. പക്ഷെ അതിൻ്റെ വോയിസ് എൻ്റെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? 3 ആഴ്ചയ്ക്ക് മുമ്പ് ഇട്ടതാണ്. ഇനി ക്രിസ്ത്യൻ പെൺകുട്ടികളോട് തർക്കിക്കാൻ ചെയ്യുന്ന കോയയ്ക്ക് കിട്ടിയത് 1 ദിവസത്തിന് മുമ്പ് ഇട്ടതാണ്. ഇതിന്റെ വോയിസ് കൂടെ നിങ്ങൾ കേൾക്കണം. മുഹമ്മദാണോ? യേശുവിനെ കൊണ്ടുപോയില്ല പ്രലോഭിപ്പിക്കാൻ, പരീക്ഷിക്കാൻ വേണ്ടി. വലതുവശത്ത് കൈയില്ലാത്തവനല്ലേ? വലതുവശത്ത് മാത്രം കൈയുള്ളവനല്ലേ? അല്ല, അന്ന് പോയെങ്കിൽ ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്. അന്വേഷണ കൂടെ ഉണ്ട്. അത് തന്നെ, ആ വലതുവശത്ത് കൈയുള്ളവന്റെ കാര്യമല്ലേ പറയുന്നത്. കറക്റ്റ് ആണ്. ഇതിന്റെ വോയിസ് നിങ്ങൾ കേട്ടല്ലോ. അതിന്റെ ആദ്യത്തെ വോയിസ് കുറച്ച് ഭാഗം എന്റെയാണ്. അതിൻ്റെ അകത്ത് എവിടെയാണ് സെബാസ്റ്റ്യൻ മുന്നേക്കൻ വന്നത്? കള്ള, നാണമില്ലേ നിനക്ക്? അവിടെ എവിടെ സെബാസ്റ്റ്യൻ മുന്നേക്കൻ വന്നത് ഈ ചർച്ചയ്ക്കകത്ത്? സെബാസ്റ്റ്യൻ മുന്നേക്കൻ ഒരു റൂമിൻ്റെ അകത്ത്, ക്ലബ് ഹൗസ് റൂമിൽ വന്നിട്ട് എത്ര നാളായി? അല്ല, നിങ്ങൾ ഈ അദ്ദേഹത്തിന്റെ ഈ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോയി അതിന്റെ താഴെ കമന്റ് ഇടുമ്പോൾ ഇതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ആ പാവപ്പെട്ട മനുഷ്യനെ ഇവൻ ബലിയാടാക്കുകയാണെന്ന്. ഞാൻ പറയുന്ന കാര്യത്തിന്, ഈ പുറകെ ഇരിക്കുന്ന പുസ്തകങ്ങൾ വായിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യത്തിന് ഞാനാണ് ഉത്തരവാദി. അല്ലാതെ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് ആ വീഡിയോ മുഴുവൻ ഒരു സൈഡിൽ സെബാസ്റ്റ്യൻ മുന്നേക്കൻ നിൽക്കുകയാണല്ലോ. അദ്ദേഹമാണോ ആ ക്ലബ് ഹൗസ് റൂമിൽ ചർച്ച ചെയ്ത്? അദ്ദേഹത്തിനെ നീ കരുതി കൂട്ടി എന്തോ കെണി നീ ഒപ്പിക്കുകയാണെന്ന് അറിയാം. ഞങ്ങളുടെ വോയിസ് വെച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ മുന്നേക്കനെ എന്തോ രീതിയിൽ നീ കരുതി കൂട്ടി എന്തോ കെണി വെക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. അദ്ദേഹം നേരത്തെ പറഞ്ഞു എന്റെ യൂട്യൂബിന്റെ അകത്ത് കിടക്കുന്ന എടുത്തുകൊണ്ട് പൊക്കോടാൻ പറഞ്ഞു. ശരിയാണ്. പക്ഷെ ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ തലയും വേറെ ആൾക്കാരുടെ വോയിസും. പറഞ്ഞോ? നിന്നോട് പറഞ്ഞോ? അങ്ങനെ അദ്ദേഹം പറഞ്ഞോ? നീ പറഞ്ഞ ഇതിന്റെ വീഡിയോയുടെ അവസാനത്തും ഞാനാണ് സംസാരിക്കുന്നത്. എന്റെ വോയിസ് നീ എടുത്തുകൊണ്ട് പോക്കോ എന്നും പറയോ? എടുത്തുകൊണ്ട് പോയെന്നുള്ള ഇതല്ല. എന്റെ വോയിസ് നീ എടുത്തുകൊണ്ട് പോക്കോ. നീ ആരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോക്കോ, ഒരു കുഴപ്പമില്ല. നിന്നോട് എത്രയോ നാളുകൾക്ക് മുമ്പേ പറഞ്ഞു നീ ആരാന്നൊന്ന് പറയാൻ. നിനക്കത് പറ്റത്തില്ല. ഇപ്പോൾ ഞാനിത് ചെയ്യാനുള്ള കാരണം സെബാസ്റ്റ്യൻ മുന്നേക്കൻ ബ്രദറിനെ നീ എന്തോ കരുതി കൂട്ടി അദ്ദേഹത്തെയും അനിൽ കൊടുത്തോട്ടം ഭാഷനെയും എന്നെയൊക്കെ എന്തോ ആരുടെയോ ഇഷ്ടത്തിനനുസരിച്ച് എന്തോ കെണിയിൽപ്പെടുത്താനാണെന്നുള്ള ഒരു ചിന്ത കുറച്ച് ദിവസമായിട്ട് ഞാൻ നിന്നെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ വരുന്നു. ഇത് ഞാൻ വിളിച്ചു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ശരിയാകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നീ ഇനിയും വീഡിയോ ഒന്നും ഇത് മാറ്റാൻ നിൽക്കണ്ട. എന്റെ വോയിസും വെച്ചുകൊണ്ട് അവരുടെ ഇതും വെച്ചിരിക്കുന്ന എല്ലാ വീഡിയോസും ഞാൻ ഡൗൺലോഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നീ ആ പരിപാടിക്ക് നിൽക്കാനുണ്ട. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഒരു ഗ്യാപ്പ് വന്നത്. കുറച്ച് ദിവസമായി, 1-2 ആഴ്ചയായി ഞാനിതിൻ്റെ പുറകിന് ഇരിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് നിന്നോട് പറയുകയാണ്, നീ ഈ കാണിക്കുന്നത് ഇവന്റെ യൂട്യൂബിൽ പോയി കാണുന്ന ആൾക്കാർ വരെ മനസ്സിലാക്കിക്കോ, ഇവൻ എന്തോ കെണി ഒപ്പിക്കാനുള്ള പരിപാടിയാണ്. എടാ, സത്യസന്ധത ഉള്ളവനാണെങ്കിൽ നീ നേരിട്ട് വന്ന് സംസാരിക്കേ. ക്ലബ് ഹൗസിലേക്ക് നീ കയറി വന്നിട്ട് നീ പറ. ഇനി നീ എടുത്തോണ്ട് പോകണ്ട, നീ അതിനുള്ള പരിപാടിക്ക് നിൽക്കണ്ട. കാരണം ഇത്രയും നാള് ഞങ്ങൾ അതിനുവേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. കാരണം നീ ഇന്ന് വരും നാളെ വരും ഞങ്ങളുമായിട്ട് സംസാരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള പരിപാടി കാണിച്ചപ്പോൾ, കാരണം അദ്ദേഹം ഇത്രയും നാളായിട്ട് ക്ലബ് ഹൗസിലേക്ക് വരാതിരിക്കുകയും എന്നിട്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് നീ തംബ്നെയിലും ഇറക്കി, ഞങ്ങൾ പറയുന്ന വോയിസിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോയും വെച്ച് നീ ഇറക്കിയപ്പോൾ എന്തോ നീ കോനഷ്ടൊപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നി. മനസ്സിലായോ? അതുകൊണ്ട് നിന്നോട് പറയാണ്, ഇത്തരം വൃത്തികെട്ട പരിപാടി നീ കാണിക്കാതെ. എടാ, പിച്ചച്ചട്ടിക്കകത്തുനിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുപ്പക്കുന്നുണ്ടോ, കുപ്പക്കുന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വേസ്റ്റ് കൊണ്ടേ കളയുന്നത്, അതിൻ്റെ അകത്തുനിന്ന് ആഹാരം എടുത്ത് കഴിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അങ്ങനെ ഞാൻ ഒരുപാട് കണ്ടിട്ടുമുണ്ട്. എടാ, അവർ ഒരു നേരത്തെ ആഹാരത്തിന് ഗതി ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നീ ഇത് എന്ത് കണ്ടിട്ടാണ് ഈ ചെയ്യുന്നത്? നീ എന്ത് കാര്യത്തിന് ഇത് ചെയ്യുന്നത്? ആരെ പ്രസാദിപ്പിക്കാനാണ്?
ആറയിൽ നിന്ന് നീ മാമൂല് മേടിച്ചിട്ടാ ഈ പരിപാടി ചെയ്യുന്നത്? നാണമില്ലടാ നിനക്ക്. എന്നെ കേട്ട സഹോദരന്മാരോട് നിങ്ങൾ തീരുമാനിക്കുക. ഈ സെബാസ്റ്റ്യന്റെ ഫോട്ടോ വെച്ച്, എന്റെ വോയിസും വെച്ച്, വാര്യറുടെ വോയിസ് വെച്ച്, കൊടുത്തോട്ടം മാഷിന്റെ വീഡിയോ വെച്ച് ഇങ്ങനെ ഇറക്കുന്ന തമ്മിൽ വെച്ച് ഇറക്കുന്നവനെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിനക്ക് ഒരുപാട് യൂട്യൂബർമാര് സബ്സ്ക്രൈബർമാരായിട്ടുണ്ട്. നിനക്ക് ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിന്റെ ചാനലില്. നിനക്ക് കമന്റ് കിട്ടുന്നുണ്ട്, നിനക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്ന എല്ലാം ശരിയാണ്. ഇങ്ങനെ പറ്റിച്ചിട്ട് വേണം. സബ്സ്ക്രൈബർമാരെല്ലാം ഒന്ന് പിന്മാറിക്കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ നിന്റെ ഇടപാട്. അതുകൊണ്ട് ഈ ചാനൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇങ്ങനെ കള്ളത്തരം കാണിച്ച് മുമ്പോട്ട് പോകുന്നവനെ എങ്ങനെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എനിക്കതേ പറയാനുള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞു എൻ്റെ വാക്കുകൾ നിർത്തി. ഇവനെ ഇങ്ങനെ ഒന്ന് തുറന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അതിന്റെ കാര്യം കഴിഞ്ഞ് ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.